ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 38-ഉം 39-ഉം തിരുവചനങ്ങളാണ്. പശ്ചാത്തലം ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് കർത്താവ് വന്നിരിക്കുന്ന സമയമാണ്. ലാസർ മരിച്ചിട്ട് 3 ദിവസമായി. 4-ാമത്തെ ദിവസമാണ് കർത്താവ് സ്ഥലത്തെത്തുന്നത്. ലാസറിനെ ഉയർപ്പിക്കുന്നു. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ആ കല്ലെടുത്ത് മാറ്റി കർത്താവ് അവിടെ ലാസറിനെ ഉയർപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള ചില കല്ലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെ തടസ്സങ്ങളായി വരാറുണ്ട്. നമുക്ക് ഉയർപ്പിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത വിധമുള്ള ചില കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ചില ആന്തരിക മുറിവുകളായിട്ടാണ്. ചെറുപ്രായത്തിൽ ചിലപ്പോൾ സ്നേഹം ലഭിക്കാതെ വരാം. മാതാപിതാക്കൾ ഒറ്റപ്പെടുത്തിയതാവാം. ജീവിത പങ്കാളി കല്യാണമൊക്കെ കഴിഞ്ഞു ജീവിത പങ്കാളിയിൽ നിന്നുള്ള പീഡനങ്ങളാകാം. മക്കൾ ഒറ്റപ്പെടുത്തിയതാകാം. അങ്ങനെ പല വിധത്തിലുള്ള മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. നമ്മുടെ ഹൃദയത്തിലേൽക്കുന്ന വേദനകളാണ് ഈ മുറിവുകൾ എന്ന് പറയുന്നത്. ചിലത് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വിധം അതികഠിനമായി നമ്മളെ ഇട്ട് അലട്ടുന്നുണ്ടാകാം. പലപ്പോഴും ഇത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരുന്നത് പോലെ വന്നുകൊണ്ടിരിക്കും. ഇത് മുറിവാണ്. ഈ മുറിവാണ് ചിലപ്പോൾ നമുക്ക് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. ഈ മുറിവ് ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികളോട് ക്ഷമിക്കാത്തത് കൊണ്ടാകാം നമുക്കത് തടസ്സമായി നിൽക്കുന്നത്. നമ്മൾ ഈശോയുടെ നാമത്തിൽ അവരോട് ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. ഈശോ അവിടെ ഇടപെടും. ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കും. അങ്ങനെയേ നമ്മുടെ മുറിവുകൾ മാറ്റപ്പെടുകയുള്ളൂ. മുറിവുകളായി ജീവിക്കുന്ന ഒരു വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ രോഗങ്ങളാകാം, പല വിധത്തിലുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളുമാകാം. ജീവിതത്തിലെ ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കാം ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് ഒന്ന് പോകണം. കാരണം ഇങ്ങനെ ഏതെങ്കിലും അവസ്ഥയിലാണോ ഞാൻ ജീവിക്കുന്നത്? ആണെങ്കിൽ നമ്മളെ സുഖപ്പെടുത്തുവാൻ ഈശോയ്ക്ക് സാധിക്കും. ഈശോയ്ക്ക് കൊടുക്കണം. കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ഒരു ധ്യാനമൊക്കെ കൂടുമ്പോൾ, നല്ലൊരു കൗൺസിലിങ്ങിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് തുറന്നു പറയണം. അത് പറയുന്നത് ഈശോയോടാണ്. ഞാനിത് പറയുമ്പോൾ ഒരിക്കൽ വർഷം കുറേ മുമ്പാണ്, എനിക്ക് തോന്നുന്നു 2009-10 കാലഘട്ടങ്ങളെങ്ങാണ്ടാണ്, ഞാൻ ബഹുമാനപ്പെട്ട ബ്രദർ റെക്സിയുടെ പെനുവേൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ധ്യാന ടീമുണ്ടായിരുന്നു. പിള്ളേരുടെ ഇടയിൽ ശുശ്രൂഷയായിരുന്നു. അപ്പം ഞാൻ അവരെ സഹായിക്കാനായിട്ട് കൗൺസിലിങ്ങിന് പോകാറുണ്ട് ആ കാലഘട്ടങ്ങൾ. ഒരിക്കൽ മരിയാപുരം, തൃശ്ശൂർ മരിയാപുരത്തൊരു പിള്ളേരുടെ ധ്യാനം പള്ളിയിൽ നടക്കുകയാണ്. 3-4 ദിവസത്തെ ധ്യാനമാണ്. അപ്പം ഞാൻ അവിടെ ഉണ്ട്. ഞാൻ എൻ്റെ മോളുമായിട്ട്, അവൾ പറഞ്ഞ് ഞാനും വരുന്നുണ്ട് അപ്പം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോയി ഒരു മുറിയൊക്കെ എടുത്തു. തൃശ്ശൂർ താമസിച്ച് ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. അവളും ആ ധ്യാനത്തിൽ ഇരുന്നു, ഇരുന്നു. അപ്പോൾ അങ്ങനെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു സഹോദരി, ആ സഹോദരിയുടെ പേര് ആനിന്നോ അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ മറന്നുപോയി. വർഷങ്ങൾ മുമ്പുള്ള കാര്യമല്ലേ. അവർക്ക് അന്ന് തന്നെ ഒരുമാതിരി പ്രായമുണ്ട്, 10-60 വയസ്സന്നുണ്ട്. ആ സഹോദരി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ബ്രദറെ, എനിക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, പിള്ളേരുടെ കൗൺസിലിംഗ് ഒന്ന് കഴിയട്ടെ, നമുക്ക് കൂടാം, കുഴപ്പമില്ല. അപ്പം ഇനിയും ദിവസം ഉണ്ടല്ലോ, ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരുടെ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് ആ സഹോദരി എൻ്റെ അടുക്കൽ കടന്നു വന്നു. ആ സഹോദരിയുമായി ഞാൻ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുന്നത്, അപ്പോൾ ആ സഹോദരി അതിനു മുമ്പ് എന്നോട് പറഞ്ഞു എന്താണ് പ്രശ്നം എന്ന് പറയാൻ പറഞ്ഞു. എന്താണ് സഹോദരിയുടെ പ്രശ്നം? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്ക് ഭർത്താവിനെ അങ്ങോട്ട് കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, മദ്യപാനിയാണോ? അല്ല. സിഗരറ്റ് വലിക്കുമോ? ഇല്ല. പുള്ളിക്കാരൻ ഒത്തിരി ബഹളം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. ഒരു പ്രശ്നമില്ലാത്ത മനുഷ്യനാണ്. ജോലി ചെയ്യുന്നു, വീട്ടിൽ വരുന്നു. പക്ഷേ പുള്ളിയെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പുള്ളിയുടെ അപ്പനെയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല.
കുടുംബം എന്തോ ഒരു വല്ലാത്ത തടസ്സം ഉണ്ട്, അവരെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കാണുന്നത് ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുറേ കുഞ്ഞുങ്ങളെയാണ്. കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇതെന്താണ്? ഈ സഹോദരിക്ക് 10-60 വയസ്സുണ്ട്. ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുക. ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇത് ചെയ്യുന്നത്? ഞാൻ അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നു കുറച്ച് സമയം. അപ്പോൾ ഈശോ സംസാരിച്ചു, നീ ഈ വിഷയം അവരുമായി സംസാരിക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, സഹോദരി, ആദ്യ കുർബാന നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ആ സഹോദരി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ഞാൻ പെട്ടെന്ന് ഓർത്തു, ഞാൻ പറഞ്ഞത് എന്തോ ഇഷ്ടപ്പെടാതെ എന്നെ ഉപദ്രവിക്കാനോ അതോ പ്രശ്നം ഉണ്ടാക്കാനോ ആണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഇരിക്കെ സമാധാനമായിട്ട്, എന്താണ് സംഭവം? അങ്ങനെ ഇരുന്നപ്പോഴാണ് സഹോദരി എന്നോട് പറയുന്നത്, ബ്രദറേ, വലിയൊരു സംഭവം ഉണ്ടായി. എന്താണ്? ഞങ്ങൾ 2 ഇരട്ട കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ അപ്പനൊരു കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യനാണ്. പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മദ്യപിക്കും നന്നായിട്ട്. അങ്ങനെ പള്ളിയിൽ വല്ലപ്പോഴും ഒന്ന് പള്ളിയിൽ പോയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ആദ്യ കുർബാനയുടെ ദിവസങ്ങൾ അടുത്ത് വന്നപ്പോൾ അവിടെ ഇരുന്ന് വികാരി അച്ഛൻ നിർബന്ധമായി പറഞ്ഞു, നിൻ്റെ അപ്പൻ പള്ളിയിൽ വരണം, നിൻ്റെ അമ്മയും നീയും നിൻ്റെ അപ്പനും കൂടെ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ദിവ്യകാരുണ്യ സ്വീകരണം നിനക്ക് ലഭിക്കത്തുള്ളൂ. കുഞ്ഞു മനസ്സല്ലേ, പുള്ളിക്കാരത്തി അത് വീട്ടിൽ വന്ന് പറഞ്ഞു, അപ്പ ഇന്നപോലെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൻ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പൻ ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ദിവസം മദ്യപാനിയാണ്. ആ സഹോദരൻ്റെ പണിക്ക് പോയി. അമ്മ മകളുമായിട്ട് പോയി ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങി. ഈ കൊച്ചിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ കൊച്ചിൻ്റെത് ആ കൂട്ടത്തിലില്ലായിരുന്നു ആ ദിവ്യകാരുണ്യ സ്വീകരണം. വലിയൊരു നീണ്ട നിരയിലേക്ക് നോക്കിയപ്പോൾ അച്ഛൻ മുകളിൽ നിന്ന് കണ്ടു, ഈ കൂട്ടത്തിൽ അമ്മ മാത്രമേ ഉള്ളൂ, അപ്പനില്ല. അപ്പം തന്നെ അച്ഛൻ ആ പള്ളിയിലെ കുർബാനയുടെ ഇടയ്ക്ക് ഒരു കന്യാസ്ത്രീയെ വിളിച്ച് ആ സിസ്റ്ററിനോട് പറഞ്ഞു, അവരോട് പറയുക അപ്പനെ കൂട്ടിക്കൊണ്ടുവരാൻ. അങ്ങനെ ആ സിസ്റ്റർ വന്ന് ഈ അമ്മച്ചിയോട് പറഞ്ഞു. ഈ അമ്മച്ചി ആകെ വല്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ ഈ മോള് പറഞ്ഞു, ഞാൻ പോയി അപ്പനെ തപ്പിക്കൊണ്ടുവരാം. ഈ കുഞ്ഞാണ് അപ്പനെ തപ്പി പോയത്. ഓടിച്ചെന്നു. അപ്പൻ പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പനെ വിളിച്ചു, അപ്പനെ കുളിപ്പിച്ചു. സംഗതി അപ്പൻ ഓടി പള്ളിയിൽ വന്നപ്പോൾ ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള കുട്ടികളെല്ലാം സ്വീകരിച്ച് കഴിഞ്ഞു. അവസാന സ്റ്റേജിലാണ് ആദ്യ കുർബാന സ്വീകരണം ഈ കുഞ്ഞിന് കിട്ടുന്നത്. അന്ന് ഈ കുഞ്ഞിന് ഈ അപ്പനോടും മനസ്സുകൊണ്ട് വിഷമമായി, ആ പള്ളിയിലെ അച്ഛനോടും വിഷമമായി. അതൊരു മുറിവായി തീർന്നു. പക്ഷേ അത് പിന്നീട് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം മറന്നുപോയി. അന്നത്തെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വിട്ടുപോയി. പക്ഷേ ഈ മുറിവ് അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ആ സഹോദരനോടും അപ്പനോടും അച്ഛനോടും ആ സഹോദരി എൻ്റെ മുമ്പിലിരുന്ന് ഈശോയുടെ അടുക്കൽ കൊടുത്ത് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ സമയം കരഞ്ഞു പ്രാർത്ഥിച്ചു, ക്ഷമിക്കാൻ അവരോട് ക്ഷമിച്ചു. കാരണം അവർ മൂലമുണ്ടായ മുറിവാണത്. ആ മുറിവ് ഈശോ അവിടെ വെച്ച് സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി അരമണിക്കൂറോളം അവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പനോട് ക്ഷമിച്ചു, അച്ഛനോട് ക്ഷമിച്ചു. കാരണം അവർ രണ്ടും മരിച്ചുപോയി, അവരില്ല. അപ്പം നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കാനോ അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിൽ മരിച്ചു പോയപ്പോൾ പിന്നെ ഈശോയുടെ അടുക്കലല്ലേ പറയാൻ പറ്റൂ. ഈശോ അവരെ സുഖപ്പെടുത്തി. അതിനുശേഷം ആ സഹോദരി എന്നെ വിളിക്കുകയും എന്നോട് പറയുകയൊക്കെ ചെയ്തു, ബ്രദറെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വളരെ സമാധാനമുണ്ട്. അപ്പനെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, ഭർത്താവിൻ്റെ അപ്പനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, സന്തോഷമായി. ചില മുറിവുകൾ ചില രോഗങ്ങളായി ചില തടസ്സങ്ങളായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു തടസ്സങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കുകയും അതിനുള്ള പ്രതിവിധി ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടുക. അതിന് നല്ലൊരു കുമ്പസാരം, നല്ലൊരു കൗൺസിലിംഗ്, ഒരു ധ്യാനം, ഇതെല്ലാം അതിനാവശ്യമാണ്. ഇപ്പോൾ ധ്യാനം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊരു വലിയൊരു പ്രഹസനം പോലെയാണ്. എന്താവശ്യം, എന്ത് ധ്യാനം? തിരുവചനം ശ്രവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇടപെടൽ നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഈ കല്ലുകൾ, ഏതെങ്കിലും ഒരു കല്ല് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ കല്ലെടുത്ത് മാറ്റിയാൽ മാത്രമേ നിത്യമായ സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ. നമുക്ക് നിത്യജീവനിലേക്ക് കടന്നു പോകാനും സാധിക്കുകയുള്ളൂ.
കാരണം ഈ മുറിവ് ഇങ്ങനെ കിടക്കുന്നോളം കാലം ഈശോയെ പൂർണ്ണമായി നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പൂർണ്ണമായ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പിന്നെ മറ്റൊന്നുമില്ല. നിങ്ങളെല്ലാവരെയും സർവ്വശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.